നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത കേരളം തിരുവനന്തപുരം പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ്. അതെ, പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിന് മുന്നിൽ ഞങ്ങൾ ഇന്ന് നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. 150 വർഷം പിന്നിടുന്ന ദേവാലയമാണ്. സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ദേവാലയങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ പാളയം പള്ളിക്ക് അതിന് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. 1873 ഈ പള്ളി സ്ഥാപിക്കപ്പെടുന്നത്. അന്ന് ഈ രൂപമൊന്നും ആയിരുന്നില്ല. അന്ന് ഈ കാണുന്ന മുഖമണ്ഡപമോ അല്ലെങ്കിൽ വലിയ കമാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കാലക്രമത്തിൽ അത് പരിഷ്കരിച്ചാണ് ഈ രൂപത്തിലേക്ക് വന്നത്. പക്ഷേ 150 വർഷം മുമ്പാണ് ഈ ദേവാലയം ആരാധന നടത്താൻ തുറന്നു കൊടുത്തത് എന്ന പ്രത്യേകതയുണ്ട്. എന്തായാലും വളരെ സമ്പന്നമായ ചരിത്രമുള്ള ഒരു ഇടം കൂടിയാണ് പാളയം എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം പാളയം ഒരു മതമൈത്രിയുടെ കേന്ദ്രമാണ്. കാരണം പാളയം സെന്റ് ജോസഫ് ചർച്ച് ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് ജുമാ മസ്ജിദ് ഉണ്ട്. അതിന് തൊട്ട് ആ ഭിത്തിയോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവുമുണ്ട്. അങ്ങനെ ഈ പാളയം തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മതമൈത്രിയുടെ ചിത്രത്തിൽ പലപ്പോഴും ഉൾപ്പെടുന്ന ഒരു ഇടമാണ് പാളയം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്, പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ. തീർച്ചയായും ഇന്ന് ഒരുപാട് വാർത്തകളുണ്ട്. ഒപ്പം പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രലിന്റെ ഈ പറഞ്ഞ പോലെ 150-ാം വാർഷികം, അതിന്റെ വിശേഷങ്ങളും കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇവിടുത്തെ ഫാദറിന്റെ വാക്കുകളൊക്കെ നമുക്ക് കേൾക്കാം. ഒപ്പം ഒരുപാട് വാർത്തകളുണ്ട്. സജിത്, ഏറ്റവും പ്രധാനമായുള്ള വാർത്ത AI ക്യാമറ വാങ്ങിയതിൽ കെൽട്രോൺ നടത്തിയ തീവെട്ടിക്കൊള്ളയുടെ രേഖകൾ ന്യൂസ് 8 ലഭിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുകയാണ്. ശരി. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ AI ക്യാമറയുമായി അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. കാരണം CPM-ന്റെ നേതൃയോഗങ്ങൾ നടക്കുന്നു. മുഖ്യമന്ത്രി എന്ത് മറുപടി പറയും? സ്വാഭാവികമായും ഇപ്പോഴത്തെ വിവാദങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മറുപടി പറയും. വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതൃയോഗമുണ്ട്. അങ്ങനെ AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഇന്ന് വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. മറ്റു വാർത്തകൾക്കും വളരെ സജീവമായ ഇടമുണ്ട്. ഇതിൽ ഏറ്റവും പ്രത്യേകത മലപ്പുറത്ത് നിന്നും ഇന്നലെ വൈകിട്ട് വന്ന ഒരു വാർത്തയാണ്. ഒരു യുവതിയെ ഓടുന്ന ബസ്സിൽ വെച്ച് പരിക്കേൽപ്പിച്ചു എന്ന വാർത്തയാണ്. അത് ഗുരുതരമായ പരിക്കാണെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. വലിയ ചർച്ചയായത് കേരള സ്റ്റോറീസ് റിലീസിനെത്തുകയാണ്. അപ്പോൾ സെൻസർ ബോർഡ് പറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഈ റിലീസ് എന്ന് പറയുമ്പോഴും ഇന്ന് ഹൈക്കോടതിയിൽ കേസ് വരുന്നുണ്ട്. അതെന്താകുമെന്ന് അറിയണം. ഒപ്പം ഇന്ന് റിലീസ് ചെയ്യുന്ന ആ സിനിമ കാണാൻ ഇത്രയും വലിയ ചർച്ചയാകാനുള്ളത് എന്താണെന്ന് അറിഞ്ഞൊക്കെ ആ സിനിമ കാണാൻ പോകുന്നവർ ഒരുപാട് പേരായിരിക്കും. എന്തായാലും അത് കഴിഞ്ഞുള്ള ഒരു ചർച്ചയും നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം നമ്മൾ കടുത്തുരുത്തിയിലേക്ക് ചെല്ലുമ്പോൾ കടുത്തുരുത്തി ആതിരയുടെ മരണവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും പിന്നീട് ഇന്നലെ ആ പ്രതിയുടെ ആത്മഹത്യയുമുണ്ട്. ഇന്ന് അതിൻ്റെ തുടർ നടപടികൾ നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുണ്ട്. ഇന്നും അതിൻ്റെ തുടർ വാർത്തകൾ നമുക്കുണ്ടാവാം. ഒപ്പം KSRTCയുടെ ശമ്പള വിതരണ പ്രതിസന്ധി അടക്കമുള്ള മറ്റു വാർത്തകളിലേക്ക് വരും. കർണാടക തെരഞ്ഞെടുപ്പിലേക്ക് ചെല്ലുമ്പോൾ പ്രധാനമന്ത്രി ഇന്ന് കർണാടകയിൽ പ്രചരണത്തിന് വേണ്ടി എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഒപ്പം കുറച്ച് കൗതുക വാർത്തകളും ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാഴ്ചകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കേരള സ്റ്റോറി സിനിമയുടെ റിലീസ് ഇന്ന് സംസ്ഥാനത്ത് തന്നെ വലിയ ചർച്ചയാവുന്ന സാഹചര്യമാണ്. ആദ്യ പ്രദർശനം കൊച്ചിയിലാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ ആദ്യ പ്രദർശനം തന്നെ വളരെ ശ്രദ്ധേയമാണ്. 10:30 ആദ്യ പ്രദർശനം ഷേണായിച്ചു. വീണ്ടും നമ്മൾ സംസ്ഥാനം ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത AI ക്യാമറ വിവാദമാണ്. ഇങ്ങനെ തുടർച്ചയായ വിവാദം ഉണ്ടാകുമ്പോൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ദിവസങ്ങളായി ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിലാണ് നിർണായകമായ ചില നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും നന്ദകുമാർ നമുക്കൊപ്പം ചേരുന്നു. നന്ദൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ തിരികെ വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത് ഇന്നത്തെ സംസ്ഥാന നേതൃയോഗങ്ങൾ CPM ആരംഭിക്കുന്നു എന്നതാണ്.
സ്വാഭാവികമായും ചർച്ചയാവുന്ന ഒരു വിഷയം ഈ AI ക്യാമറ വിവാദമടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ആരോപണങ്ങളുടെ ഒരു പ്രത്യേകത അത് മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിച്ചു. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും ബന്ധുക്കളും ഒക്കെ പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ അതിൽ ആരോപണ വിധേയരാവുന്ന സാഹചര്യമാണുള്ളത്. എന്ത് മറുപടിയായിരിക്കും മുഖ്യമന്ത്രി പറയുക എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും മുഖ്യമന്ത്രി ഇത് പാർട്ടി നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയാനാണ് സാധ്യത. നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം? എന്താണ് CPM കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ? എപ്പോഴേക്ക് യോഗം ആരംഭിക്കും? നന്ദൻ. തീർച്ചയായും പ്രത്യേകിച്ച് AI ക്യാമറ വിവാദം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും കൃത്യമായ ഒരു മറുപടി പറയാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ പാർട്ടി നേതാക്കളോ ഇതുവരെയും തുനിഞ്ഞില്ല എന്നാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ചർച്ച ചെയ്തതിനു ശേഷം കൃത്യമായി മറുപടി പറയാമെന്നായിരുന്നു മാധ്യമങ്ങളടക്കം ഈ ഒരു നേതാക്കളൊക്കെ തന്നെ പറയുകയും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും മുഖ്യമന്ത്രിയിലേക്കും ഈ ഒരു വിവാദം പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ കത്തിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പോലും കൃത്യമായ ഒരു മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പല പാർട്ടി വേദികളിലും അതിനുശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തു. അവിടെയൊക്കെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോഴും വിവാദത്തെക്കുറിച്ച് ഒരു അക്ഷരം മുഖ്യമന്ത്രി മിണ്ടുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിവാദം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വളരെ നിർണായകമായ ഒരു ചർച്ച ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും അജണ്ടയിലുള്ളത് ഈ കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ എല്ലാവരും നോക്കിക്കാണുന്നത് മുഖ്യമന്ത്രി AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് എന്ത് മറുപടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുമെന്നത് തന്നെയാണ്. എന്തായാലും രാവിലെയോടെ ഈ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും യോഗത്തിലാണ് കൃത്യമായ ഒരു നിലപാട് മുഖ്യമന്ത്രി ഈ ഒരു പാർട്ടി വേദിയിൽ സൂചിപ്പിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന ഓരോ ആരോപണങ്ങൾക്കും CPM-ഉം അതോടൊപ്പം തന്നെ സർക്കാരും പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചതിന് ശേഷം പാർട്ടി ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കും. അതിലൂടെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ CPM എന്തായാലും പ്രതിരോധം തീർക്കുക. എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. കാരണം ഇത്രയും വലിയൊരു വിവാദം സംസ്ഥാനത്ത് കത്തി നിന്നിട്ടും ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി വരാത്തത് അത് സർക്കാരിനെ കൂടുതൽ പ്രതികൂട്ടിലാക്കുന്നു എന്നൊരു സാഹചര്യവും CPM വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം മുൻനിർത്തി ഇന്ന് മുഖ്യമന്ത്രി നിലപാട് അറിയിക്കും. മുഖ്യമന്ത്രിയുടെ നിലപാടിലൂടെയായിരിക്കും CPM എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്യുക. സജിത്ത്. ശരി, നന്ദനിലേക്ക് വരാം. സുവിയിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ, സുവി, കോടതിയിൽ ഇന്ന് ഈ രണ്ട് വിഷയങ്ങളും പരിഗണനയ്ക്ക് വരുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. AI ക്യാമറ വിഷയമാണെങ്കിലും ഒപ്പം ഈ കേരള സ്റ്റോറീസിന്റെ റിലീസ് സംബന്ധിച്ചും ഒക്കെയുള്ള കേസുകൾ ഇന്ന് ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? പ്രത്യേകിച്ച് ഈ റിലീസിന് ശേഷമാകും കോടതി ഈ സംഭവം പരിഗണിക്കുക. കാരണം 11 മണിക്കാണ് ആദ്യ ഷോ എന്ന് പറയുമ്പോൾ അതിനുശേഷമാകും കോടതിയിൽ നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസമാണ് കേരള ഹൈക്കോടതിയിൽ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരു പൊതു താൽപര്യ ഹർജി വരുന്നത്. അതിനുശേഷം മറ്റൊരു ഹർജി കൂടെ സമർപ്പിച്ചിട്ടുണ്ട്. അത് സമർപ്പിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നാണ്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഒരു അടിയന്തര സ്റ്റേ അനുവദിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു ഹൈക്കോടതി നിലപാടെടുത്തത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സെൻസർ ബോർഡിനോട് ആരായുകയും ചെയ്തിട്ടുണ്ട്, മറുപടി തേടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സെൻസർ ബോർഡ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന വാദം ഈ ട്രെയിലറിൽ ഉൾപ്പെടെ ഈ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളും വിദ്വേഷപരമായ കാര്യങ്ങളും ഉണ്ട് എന്നാണ്. അതിനാൽ ഇതിന്റെ ട്രെയിലർ നിരോധിക്കണം, ചിത്രത്തിന്റെ പ്രദർശനത്തിന് അനുമതി തടയുകയല്ല തന്റെ ആവശ്യം, ഈ മതസ്പർദ്ധ വളർത്തുന്നത് ശരിയല്ല, തെറ്റായ കാര്യങ്ങളാണ് കേരളത്തെക്കുറിച്ച് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിനോടും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയുടെയും വാദങ്ങൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. കേന്ദ്ര സർക്കാർ അറിയിച്ചത് ചിത്രത്തിന്റെ പ്രദർശനത്തെ ഈ ഹർജിക്കാരൻ പ്രദർശനം തടയരുത് എന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരു വാദം. പ്രൊഡക്ഷൻ കമ്പനി പറഞ്ഞത് ഇത് തെറ്റായ ഉദ്ദേശത്തോടു കൂടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നായിരുന്നു പ്രൊഡക്ഷൻ കമ്പനി പറഞ്ഞിരുന്നത്. ഏതായാലും ഇന്ന് വീണ്ടും ഈ കേസ് പരിഗണിക്കാം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ സെൻസർ ബോർഡിനോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മറുപടി തേടിയിരുന്നു. അടിയന്തര സ്റ്റേ അനുവദിക്കാനാകില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇന്ന് വരുമ്പോൾ എന്താണ് കോടതി ഈ വിഷയത്തിൽ പറയുക എന്ന് കാത്തിരുന്ന് കാണാം. അശ്വതി. യെസ്, അതാണ് സാഹചര്യം.
നമ്മൾ വീണ്ടും നന്ദകുമാറിലേക്ക് തിരുവനന്തപുരത്തേക്ക് മടങ്ങി പോകുമ്പോൾ നന്ദൻ, തലസ്ഥാനത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്ന ഈ KSRTCയിലെ ശമ്പള പ്രതിസന്ധിയാണ്. ആദ്യഘട്ട ശമ്പളം കൊടുത്തു, വീണ്ടും ഈ വിഷയത്തിൽ പ്രതിസന്ധി ഉണ്ടാവുന്നു. മുഖ്യമന്ത്രിയുടെ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് സാഹചര്യം. എന്താണ് KSRTCയുടെ ഈ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട സാഹചര്യം? ഇന്നിക്കാര്യത്തിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടും എന്ന് കരുതാനാകുമോ നന്ദൻ? സജിത്ത്, എന്തായാലും ഈ ഒരു പ്രതിസന്ധി എന്തായാലും ഇന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. കാരണം ഇപ്പോഴും ഫയൽ ഇപ്പോഴും ധനവകുപ്പിന്റെ കയ്യിലാണ്. ഈ ഒരു ശമ്പളം അടക്കമുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ യൂണിയൻ നേതാക്കൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. ആ ഒരു ചർച്ചയിലായിരുന്നു മുഖ്യമന്ത്രി വീണ്ടും ഒരു ഉറപ്പ് നൽകിയത്. ശമ്പളം 5-ാം തീയതിക്ക് മുമ്പ് തന്നെ പൂർണ്ണമായും നിങ്ങളുടെ കൈകളിൽ എത്തുമെന്നൊരു ഉറപ്പ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു TDF-ഉം CIT-ഉം BMS-ഉം അടക്കം ഈ പണിമുടക്കടക്കമുള്ള പ്രത്യക്ഷ സമരങ്ങളിൽ പിന്മാറുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും സർക്കാരിന്റെ തുക ഇതുവരെയും KSRTCയുടെ അക്കൗണ്ടുകളിൽ എത്തിയില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസങ്ങളിൽ CMD അറിയിച്ചത് ആദ്യ ഗഡു ശമ്പളം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അത് എന്തായാലും ഇന്നത്തോടുകൂടി ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ വരികയും ചെയ്യും. എന്തായാലും ആദ്യ ഗഡു ശമ്പളം വീണ്ടും നൽകുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു യൂണിയൻ നേതാക്കളൊക്കെ തന്നെ വീണ്ടും പ്രത്യക്ഷ സമരങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ്. കാരണം TDF-ഉം അതോടൊപ്പം തന്നെ CIT-ഉം ഒരു ഐക്യ മുന്നണി രൂപം കൊണ്ട് ഇപ്പോൾ ഒരു സമരത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തു. അതിൽ നിന്ന് പിന്മാറി BMS ഈ വരുന്ന 8-ാം തീയതി പണിമുടക്ക് നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും സർക്കാർ ഇതുവരെയും പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് തന്നെയാണ് 3 അംഗീകൃത ട്രേഡ് യൂണിയനുകളും പറയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ഓണത്തിനും മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ഉറപ്പ് യൂണിയൻ നേതാക്കൾക്ക് നൽകിയിരുന്നു. കാരണം ശമ്പളം ഗഡുക്കളായി നൽകില്ല എന്നും ശമ്പളം പൂർണ്ണമായും 5-ാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുമെന്നും ഒരു ഉറപ്പ് കഴിഞ്ഞ ഓണത്തിനും മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിരുന്നു. അന്നും മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല. അതിനുശേഷം വീണ്ടും രണ്ടാമത് മുഖ്യമന്ത്രി വീണ്ടും ഒരു വാക്ക് നൽകുന്നു. അതും ഇപ്പോൾ വാക്ക് പാലിച്ചിട്ടില്ല. എന്തായാലും ആദ്യ ഗഡു ശമ്പളം മാത്രമാണ് KSRTC ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുള്ളത്. ഏപ്രിൽ മാസ ശമ്പളമാണ് ഇപ്പോൾ ആദ്യ ഗഡുവായി നൽകുകയും ചെയ്യുന്നത്. എന്തായാലും സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഗഡു ശമ്പളം നൽകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഒരു നിലപാട്. എന്തായാലും നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ധനവകുപ്പ് ഇത്തരത്തിൽ ഗതാഗത വകുപ്പ് നൽകിയ ഈ ഒരു കത്ത് ഇപ്പോഴും ധനവകുപ്പിന്റെ കയ്യിലാണ്. ആ ഒരു ഫയൽ ഇതുവരെയും മൂവ് ചെയ്തിട്ടില്ല. എന്തായാലും അതിൽ നിന്നായിരിക്കും എന്തായാലും ധനവകുപ്പ് 10-ാം തീയതിക്ക് മുമ്പായിരിക്കും ഇത്തരത്തിലൊരു 2-ാം ഗഡു ശമ്പളത്തിലുള്ള തുക നൽകുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വിഷയം കത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. സജിത്ത്, ഈ വളരെ ശ്രദ്ധേയമായ നീക്കങ്ങളിലൂടെയാണ് സംസ്ഥാന രാഷ്ട്രീയം കടന്നു പോകുന്നത് എന്നതാണ് പ്രത്യേകതയുള്ള കാര്യം. എന്തായാലും നമുക്ക് മറ്റ് വിവാദങ്ങളിലേക്കും സംസ്ഥാനത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തിലേക്കും ഒക്കെ മടങ്ങി വരാം. അതിനു മുമ്പ് തുടക്കത്തിൽ ഞങ്ങൾ സൂചിപ്പിച്ചു 150 വർഷത്തെ ചരിത്രമുള്ള പ്രൗഢിയുള്ള ഒരു ദേവാലയ മുറ്റത്താണ് ഞങ്ങളുള്ളത്, പാളയം സെൻറ്റ് ജോസഫ് ചർച്ച്. അതായത് ദേവാലയങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മതമൈത്രിയുടെയൊക്കെ പ്രതീകമായി നിൽക്കുന്ന ഈ പാളയം സെൻറ്റ് ജോസഫ് ചർച്ചിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പം എന്താണ് ഈ ദേവാലയത്തിൻ്റെ ചരിത്രം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ നമുക്കൊപ്പം വികാരി ഫാദർ നിക്കോളാസ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഫാദർ, ഗുഡ് മോർണിംഗ്. ഈ ഒരു ചരിത്രം നമ്മളൊരു ചരിത്ര നിമിഷത്തിലാണെന്ന് പറയാം. കഴിഞ്ഞ ദിവസമായിരുന്നു 150-ാം വാർഷികം ആഘോഷിച്ചത്. എത്രത്തോളം സന്തോഷത്തിലാണ് ഈ ഒരു ചർച്ചിൽ ഇപ്പോൾ താങ്കളുള്ള ഒരു സമയമാണല്ലോ? അതായത് ഒരു ദേവാലയത്തിന്റെ 150 വർഷം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒരു അസുലഭ അവസരമാണ്. ദൈവം കനിഞ്ഞു നൽകുന്ന അനുഗ്രഹമാണ്. ആ 150 വർഷത്തിന് മുമ്പ് ഇവിടെ കത്തോലിക്ക വിശ്വാസം ഉണ്ടായിരുന്നു, ആളുകളൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊരു ചെറിയൊരു ഷെഡാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ദേവാലയം പണിതത്. ഈ ദേവാലയത്തിന്റെ ഗോപുരം ആ സമയത്തില്ലായിരുന്നു. ഈ ദേവാലയത്തിന്റെ ഗോപുരം പണിതിട്ട് 95 വർഷത്തോളം ആകുന്നുള്ളൂ. അപ്പോൾ അതിനു മുമ്പുള്ള ഒരു ചിത്രം നമ്മുടെ ആ ബോർഡിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതാണ് യഥാർത്ഥമായിട്ടുണ്ടായിരുന്ന ആ ദേവാലയത്തിന്റെ മുൻഭാഗം. ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ ദേവാലയത്തിന്റെ ഗോപുരം ഇതൊരു സ്വർഗത്തിലേക്ക്, ഉന്നതങ്ങളിലേക്ക് മനുഷ്യരുടെ ആഗ്രഹങ്ങള്, അഭിലാഷങ്ങള്, പ്രാർത്ഥനകളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നു എന്നതിന്റെ സൂചനയാണ് ഈ ഗോപുരം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ, നമുക്കെല്ലാവർക്കും ഒരു ആത്മീയ ദാഹം ഉണ്ടല്ലോ. ആ ദാഹമാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ദാഹത്തിന്റെ അടിസ്ഥാനം നമ്മൾ നോക്കുമ്പോഴോ, നമ്മൾ എല്ലാ മതങ്ങളിലും എടുത്ത് നോക്കുമ്പോൾ
വളരെ കൃത്യമായി അടിവരയിടുന്ന ഒരു ഭാഗമുണ്ട്. അത് ദൈവം നീതിമാൻ എന്നുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെ നീതിയുണ്ടോ അവിടെയൊക്കെ ദൈവമുണ്ട്, എവിടെയൊക്കെ നീതിയില്ലയോ അവിടെയൊന്നും ദൈവമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ഇടമാണ്. ആ ഇടത്ത് നീതിയുടെ ഒരു നിറഞ്ഞ് കവിഞ്ഞൊഴുകലുണ്ട്. ആമോസ് പ്രവാചകൻ പറയുന്നത് പോലെ നീതി ജലം പോലെ ഒഴുകട്ടെ, സമാധാനം പറ്റാത്ത നീർച്ചാല് പോലെയും. എല്ലാ മതങ്ങളുടെയും അന്തർധാര, അടിസ്ഥാനം ഈ നീതിയുടെ ഒരു ജീവിത ശൈലിയാണ്. അപ്പോൾ എവിടെ നീതി ഉണ്ടാകുന്നതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്, സ്നേഹം. ദൈവത്തിന്റെ പേര് സ്നേഹമെന്ന് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ദൈവമക്കളാണ്. ദൈവം നമ്മുടെ മാതാവും പിതാവുമാണ്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഹൈന്ദവ ദർശനത്തിൽ തന്നെ ഉണ്ട്. ഈ ലോകം നമ്മുടെ ഒരു കുടുംബമാണ്. വസുദൈവ കുടുംബം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കുടുംബത്തില് വളരെ കൃത്യമായിട്ട് ഭാരതം തന്നെ വളരെ ആർഷഭാരതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഇതാണ്, ഈ ലോകത്തിന് സുഖം ഭവിക്കണം. അപ്പോൾ ആ ഒരു സുഖം ഭവിക്കണമെങ്കിൽ ദൈവസ്നേഹം എല്ലാ മനുഷ്യനും അറിയണം. ഇപ്പോൾ നമ്മള് ഇസ്ലാം മതത്തിൽ നോക്കുമ്പോഴും യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആൻഡ് സിസ്റ്റർഹുഡ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എല്ലാം സഹോദര വിശ്വസാഹോദര്യം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ എല്ലാ മതങ്ങളുടെയും അന്തർധാരയായി നിൽക്കുന്ന നീതിയും സ്നേഹവും, ഈ സ്നേഹത്തിൽ നിന്നാണ് കാരുണ്യം രൂപപ്പെടുന്നത്. ഒരു പെറ്റ അമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം നമുക്കറിയാം. അതിൽ പ്രത്യേകിച്ചും മെന്റലി ഓർ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ളവരോട് കുറച്ച് കൂടുതൽ സ്നേഹവും കാരുണ്യവും കാണിക്കും. അപ്പോൾ ദൈവസ്നേഹം, ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുണയും. ഞാനിവിടെ വീക്ഷിച്ചപ്പോൾ ഇവിടെ രാവിലെ മുതൽ ദേവാലയം തുറന്നു കിടക്കും, വൈകുന്നേരം ഒരു 8-8:30 ആകുമ്പോഴാണ് ഞങ്ങൾ അടയ്ക്കുന്നത്. ഒത്തിരി അധികം ആളുകളോട് വരാറുണ്ട്. അവർ വന്ന് നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അത് പല ജാതിയിലും മതത്തിലും ഒക്കെ ഉള്ള മനുഷ്യരാണ്. പലരും വന്നിരുന്ന് സ്വസ്ഥമായിട്ടെന്ന് പറയുന്നത്. അവർ പറയുന്നത് ഈ ദേവാലയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു പൂർണ്ണ ഒരു ദൈവ അനുഭവം, ദൈവ അനുഗ്രഹം, ദൈവ അനുഭൂതി ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും ഇന്ന് ദൈവം സഹായിച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അതേസമയം അവന്റെ ഉള്ള്, എല്ലാ മനുഷ്യരുടെയും ഉള്ള് ഈ ആത്മീയ ദാഹത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. അപ്പൊ അതിന് പറ്റുന്ന ഒരു ദൈവ സാന്നിധ്യ സ്മരണ, അനന്തപുരിയുടെ നീതി ഗോപുരമാണ് ഈ ദേവാലയം. ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച, ഇവിടെ ക്രൈസ്തവർ മാത്രമല്ല വരുന്നത് എന്നുള്ളതാണ്. പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വലിയ തിരക്കുള്ള ഒരു റോഡാണ് തൊട്ട് മുമ്പിൽ പള്ളിയുടെ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഈ പള്ളിക്ക് അകത്തേക്ക് കയറിയാൽ ഒരു സ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്ക് ബസ്സിലിരുന്ന് പോകുമ്പോൾ പോലും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, ഈ 1873 ഇത് സ്ഥാപിക്കപ്പെടുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന തിരുവനന്തപുരം ആയിരിക്കില്ല ഉറപ്പായിട്ട്. കാരണം ഈ നഗര പശ്ചാത്തലങ്ങളൊന്നും വന്നില്ല. അന്നത്തെ സാഹചര്യം എന്താണെന്ന് പൂർവികർ പറഞ്ഞുള്ള ഒരു ഓർമ്മയുണ്ടോ? എന്താണ് ഈ പശ്ചാത്തലം? ഇവിടെ ഇതിന്റെ മുൻഭാഗത്ത് ഒരു അടിപമ്പ് ഉണ്ടായിരുന്നു, വെള്ളം അടക്കാൻ വേണ്ടി. ആളുകളിവിടെ വന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന ഒരു ശൈലിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോ ഇപ്പോഴാണ് ഇതിന്റെ റോഡ് ഡെവലപ്മെന്റ് വന്നത്. ഇപ്പൊ ഏതാണ്ട് ഒരു 10-15 വർഷത്തിന് മുമ്പാണ് ഇതിന്റെ കുറെ മുൻഭാഗം ഈ റോഡ് വികസിക്കാൻ വേണ്ടി ഇവിടെ നിന്നാണ് സ്ഥലം കൊടുത്തത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ പട്ടാളക്കാർക്ക് വേണ്ടി മീന് കൊടുക്കാനായിട്ട് തമിഴ്നാടിന്ന് ആളുകളിവിടെ വരുമായിരുന്നു. അപ്പൊ ആ വന്ന ആളുകൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ താമസമാക്കുകയും അവരുടെ സന്താന പരമ്പരകളാണ് ഇവിടെ ഇതായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ ദേവാലയത്തിന്റെ ഒരു ആവശ്യം വന്നത്. കാരണം ഇത് ആദ്യം ഉണ്ടായിരുന്ന ദേവാലയം പേട്ട സെയിന്റ് ആൻസ് ദേവാലയമാണ്. അപ്പൊ ഇവരെല്ലാവരും അവിടെ പോകുമായിരുന്നു. അപ്പൊ അവിടെ ഒരു ആറുണ്ട്, അത് മുറിച്ച് കടക്കണമായിരുന്നു. അപ്പൊ അവിടെ പെട്ടെന്ന് വെള്ളം കൂടുതലാകുമ്പോൾ ഇവർക്ക് കടന്നു പോകാൻ പറ്റാതെ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഈ ഭാഗത്ത് ഒരു ദേവാലയം വേണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും അവരൊരു ഷെഡ് കെട്ടി അതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. അതിനുശേഷമാണ് ഈ വലിയ ദേവാലയം വന്നത്. ഇപ്പൊ ഈ ദേവാലയം തന്നെ 3 പ്രാവശ്യമായിട്ടാണ് പണിതിരിക്കുന്നത്. ആദ്യത്തെ ദേവാലയം എന്ന് പറയുന്നത് ഈ നേരെ കാണുന്ന ഭാഗം മാത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഭാഗം അവർ കെട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഗോപുരം പണിതത്. നേരത്തെ ഉണ്ടായിരുന്ന അതിന്റെ ഫ്രണ്ട് ഭാഗം മാറ്റിയിട്ട് മുകളിൽ ഈ ഗോപുരം അവർ പണിതിരിക്കുന്നത്. 3 ഭാഗമായിട്ടാണിത് ക്രമീകരിച്ചിരിക്കുന്നത്.
ശാസ്ത്രിയുടെയും കൂടി ഒരു കേന്ദ്രമാണ് പാളയം എന്ന് പറയാം. ഓപ്പോസിറ്റ് മോസ്ക് ഉണ്ട്, അപ്പുറത്ത് ക്ഷേത്രമുണ്ട്. അതുകൊണ്ട് ഈ പാളയം അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഒരു മുഖം നമ്മൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് പോലെയൊക്കെ ഒരു മുഖമായി കൂടി മാറും. അതിലെത്രത്തോളം അഭിമാനമുണ്ട്. അതായത് ഇതൊരു നമ്മൾ 3 മതങ്ങളും പ്രധാനമായിട്ട് 3 മതക്കാരുണ്ടെങ്കിലും 3 പേരും ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെയാണ് പോകുന്നത്. മതത്തിന്റെ ഉൾക്കാമ്പ് അറിയാവുന്നവര് മതസഹിഷ്ണുത ഉള്ളവരായിരിക്കും. അവർ സ്നേഹവും സാഹോദര്യത്തിലും ജീവിക്കുന്നവരായിരിക്കും. ഇത് ഇല്ലാത്തവരാണ് വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന രീതി കാണുന്നത്. യഥാർത്ഥം പറഞ്ഞാൽ ഏത് മതവിശ്വാസിയാണോ അവരാ മതവിശ്വാസത്തിന്റെ ഉള്ളു ശരിയായിട്ട് മനസ്സിലാക്കി ശീലിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ എല്ലാ മതങ്ങളും പറയുന്ന ദൈവരാജ്യം, രാം രാജ്, അതാണ് പ്രധാനം. രാം രാജ്, പിന്നെ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആൻഡ് സിസ്റ്റർഹുഡ്, ഇതൊക്കെ ജീവിച്ച് സുഖമായിട്ട് നമുക്ക് പോകാനുള്ള വഴികളാണ്. ഓരോരുത്തർക്കും അവരവരായിട്ടുള്ള വിശ്വാസത്തിന്റെ ക്ലെയിംസ് ഉണ്ട്. അത് അവരവരുടെ കാര്യങ്ങളാണ്. നമ്മൾ അതിനെ ആരോടും കൊണ്ട് ഇങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഭരണഘടന തന്നെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ വളരെ വിശാലമായ മനസ്സോടും മനോഭാവത്തോടും കൂടിയാണ് ഇതൊക്കെ രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും പാളയം പള്ളിയുടെ ചരിത്രം അത് ഇത്ര വിശദമായി വിശദീകരിച്ചിരുന്നു. വളരെയധികം നന്ദി ഫാദർ, ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇനിയും നല്ല രീതിയിലല്ലേ ഒരുപാട് പേർക്ക് ഇനിയും വരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ പള്ളി ആരാധനാലയത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്കൾക്ക് വലിയ ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. ഏതായാലും നമ്മൾ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ ചരിത്രമാണ് നമ്മൾ കേട്ടത്. എന്തായാലും വിശദമായി ഇതൊരു മതമൈത്രിയുടെ പ്രതീകമാണ്. നഗരമധ്യത്തിൽ എല്ലാ മതസ്ഥർക്കും വന്നു പോവാവുന്ന ഒരു ആരാധന വളരെ വേഗത്തിൽ എത്താമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എന്തായാലും നമുക്ക് മറ്റു വാർത്തകളിലേക്കൊക്കെ വരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം പ്രഭാത കേരളത്തിൽ കാണാം. പ്രഭാത കേരളം തുടരുകയാണ്. നമ്മൾ വീണ്ടും വാർത്തകളിലേക്ക് പോകുമ്പോൾ മലപ്പുറത്ത് ഇന്നലെ ഉണ്ടായ ഒരു സംഭവത്തിലേക്കാണ്. അതെ, മലപ്പുറം വെന്നിയൂർ ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ്. അങ്ങേറ്റം ദാരുണമായ സംഭവമാണ്. ഓടുന്ന ബസ്സിൽ ഒരു യുവതിയെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. അതിനുശേഷം യുവാവ് കഴുത്തറക്കുന്നു. എന്തായാലും യുവാവിന്റെ നിലയും ഗുരുതരമാണ്. വയനാട് സ്വദേശി സനിലാണ് ഗൂഡല്ലൂർ സ്വദേശിനി സീതയെ ആക്രമിച്ചത്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് CV അനുമോദാണ്. അനുമോദ, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ഈ ദാരുണ സംഭവത്തിന്റെ പിന്നാമ്പുറ കഥകൾ? ഇതിന് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? യുവാവിന്റെ ആരോഗ്യനില, ഒപ്പം തന്നെ യുവതിയുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? ഗുഡ് മോർണിംഗ് സജിത്. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. രാത്രി 11 മണിയോടെയാണ് മൂന്നാർ ബാംഗ്ലൂരു KSRTC സ്വിഫ്റ്റ് ബസ്സിലാണ് ഈ ആക്രമണം നടന്നത്. വെന്നിയൂരിനടുത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അങ്കമാലിയിൽ നിന്നാണ് യുവതി കയറിയത്. യുവാവ് ഇടപ്പാളിൽ നിന്നാണ് കയറിയത്. വാഹനത്തിൽ ഈ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വാഹനം പുറപ്പെട്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത സമയത്ത് പുറകിലെ സീറ്റിൽ നിന്നും ഇരുന്നിരുന്ന യുവതിയെ ഇയാൾ കത്തികൊണ്ട് കുത്തുകയായിരുന്നു എന്നാണ് വാഹനത്തിലുള്ളവർ പറയുന്നത്. തുടർന്ന് ഇയാൾ സ്വയം കഴുത്തിറക്കുകയും ചെയ്തു. അവരെ ഉടൻ തന്നെ തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യുവാവിൻ്റെ നില അതീവ ഗുരുതരമായതിനാൽ രണ്ടുപേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. ഈ യുവാവ് ബസ്സിൽ കയറിയത് മുതൽ യുവതി അസ്വസ്ഥത കാണിച്ചിരുന്നു. ഇവരാദ്യം ബസ്സിൻ്റെ മധ്യഭാഗത്ത് ഒരുമിച്ചായിരുന്നു ഇരുന്നത്. തുടർന്ന് പിന്നിലേക്ക് മാറിയിരിക്കുകയായിരുന്നു. പിന്നിലേക്ക് മാറിയിരുന്ന ഉടനെ തന്നെ വാഹനത്തിലെ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ആ സമയത്താണ് ഇയാൾ യുവതിയെ ആക്രമിച്ചിരുന്നത്. ഇയാൾ ബാഗിൽ കത്തി കരുതിയതായിട്ടും പോലീസ് പറയുന്നുണ്ട്. ഈ കത്തി റോഡിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. ഇവർ തമ്മിൽ മുൻപ് പരിചയമുണ്ടായിരുന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ രണ്ടുപേരും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയായതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ രണ്ടുപേരിൽ നിന്നും ലഭ്യമായിട്ടില്ല. ഗൂഡല്ലൂർ സ്വദേശിനിയാണ് ആക്രമണത്തിനിരയായ സീത എന്ന യുവതി. വയനാട് സ്വദേശിയാണ് ഈ ആക്രമണം നടത്തിയ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിലുള്ള അതീവ ഗുരുതരാവസ്ഥയുള്ള സനിൽ എന്നാണ് അറിയാനാകുന്നത്. KSRTC സ്വിഫ്റ്റ് ബസ് ഈ സംഭവത്തിന് ശേഷം തിരൂരങ്ങാടിയിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യാത്രക്കാരെ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുപോയി. നിലവിൽ തിരൂരങ്ങാടി പോലീസാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. സജിത്. ശരി, എന്തായാലും പോലീസ് പറയുന്നത് ഇവർക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. CIയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം.
മൂന്നാറിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്ന KSRTC ബസ്സാണ്. ഈ ബസ്സിൽ ഈ സീത എന്ന് പറഞ്ഞ പെൺകുട്ടി അങ്കമാലിയിൽ നിന്ന് കയറി ഈ കേസിൽ പരിക്ക് പറ്റിയ സനിൽ എന്ന് പറഞ്ഞ ചെറുക്കൻ എടപ്പാളത്ത് കയറുകയും ചെയ്തു. അവർ ഈ ബസ്സിൻ്റെ ബാക്ക് സീറ്റിൻ്റെ തൊട്ട് മുന്നിലുള്ള സീറ്റിലാണ് ഇരുന്നത്. അപ്പം ആ സീറ്റിലിരുന്ന് ഏകദേശം തിരുവനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരിധിയിലുള്ള കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഈ പെൺകുട്ടിയെ ഈ ചെറുക്കൻ ബാഗിൽ സൂക്ഷിച്ച ഒരു കത്തിയെടുത്ത് അവളുടെ നെഞ്ചത്ത് കുത്തുകയും ചെയ്തു. അതിനുശേഷം അവൻ കഴുത്ത് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കൂടുതലായിരുന്ന യാത്രക്കാർ, ബസ്സിലെ യാത്രക്കാർ ബഹളം വെച്ചപ്പോൾ ബസ് നിർത്തി. കണ്ടക്ടറും ബാക്കിയുള്ളവരൊക്കെ തന്നെ പുറകിലോടിയപ്പോൾ ഈ ചെറുക്കൻ കത്തി പിടിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. ചോരയിൽ കുളിച്ച് അവനെ അവിടെ ഇറക്കാൻ നോക്കി. അപ്പോൾ അവൻ്റെ മുറിവ് കാര്യമായിട്ട് കണ്ടപ്പോൾ വീണ്ടും എടുത്ത് തിരുവരങ്ങാടി MKH ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാണ് ഉണ്ടായത്. പെൺകുട്ടിയുടെ വലിയ കുഴപ്പമൊന്നുമില്ല. പെൺകുട്ടീൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ ചെറുക്കൻ്റെ പരിക്ക് കുറച്ച് ഗുരുതരമാണ്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അതാണ് മലപ്പുറം സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ പെൺകുട്ടിയും യുവാവും തമ്മിലുള്ള പരിചയം, ബന്ധം, ഇതിന് മറ്റെന്തെങ്കിലും അക്രമത്തിലേക്ക് നയിച്ച കാരണങ്ങളുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാവേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട മറ്റ് ചില തുടർ വാർത്തകളിലേക്കാണ് പോകുന്നത്. ഈ ക്യാമറ വാങ്ങുന്നതിൽ വലിയ അഴിമതി നടന്നു എന്നതാണ് ഉയരുന്ന പുതിയ ആരോപണം. 30 കോടിയുടെ ക്യാമറകൾ 80 കോടിക്ക് വാങ്ങി എന്നാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. 15,000 രൂപയുടെ ക്യാമറയ്ക്ക് കെൽട്രോൺ വില നൽകിയത് 9.90 ലക്ഷമാണ്. അതാണ് സാഹചര്യം. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമുക്കൊപ്പം ചേരുന്നത് S വിനേഷ് കുമാറാണ്. വിനേഷ്, ഗുഡ് മോർണിംഗ്. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഈ കരാറിലെ അഴിമതിയും ക്രമക്കേടും സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ പലതായി ഉയരുന്നുണ്ട്. എന്ത് രേഖയാണ് കെൽട്രോൺ കുറഞ്ഞ വിലയ്ക്ക് ക്യാമറ ലഭ്യമായിട്ടും ഉയർന്ന വിലയ്ക്കാണ് ഇത് വാങ്ങിയത് എന്നതിന് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നത്? എന്ത് രേഖകളാണ് നമുക്ക് പുറത്തുവിടാനാവുന്നത്? വിനേഷ്. സജിത്ത്, അശ്വതി, അതായത് ഇതിനകത്ത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ AI ക്യാമറ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെൽട്രോൺ വലിയൊരു തീവെട്ടിക്കൊള്ള നടത്തിയിരിക്കുന്നു എന്നതാണ് ഈ രേഖകൾ പറയുന്നത്. അതായത് 30 കോടി രൂപയ്ക്ക് വാങ്ങേണ്ട ക്യാമറകൾ വാങ്ങിയിരിക്കുന്നത് 80 കോടിക്കാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. 3 മെഗാപിക്സൽ വരുന്ന AI ക്യാമറ യൂണിറ്റിന് കെൽട്രോൺ വില കൊടുത്തത് 9,96,000 രൂപ. ഇതിന് വിപണിയിൽ ആകെ വിലയുള്ളത് 1,60,60,000 രൂപ മാത്രമാണ്. 5 മെഗാപിക്സലുള്ള AI ക്യാമറ യൂണിറ്റ് കെൽട്രോൺ കൊടുത്തിരിക്കുന്നത് 10,32,000 രൂപയ്ക്ക്. വിപണി വില 2 ലക്ഷം രൂപ മാത്രമാണ്. PTSI ക്യാമറ കെൽട്രോണിന് 9,90,000 രൂപ, വിപണി വില വെറും 15,000 രൂപ. ഇങ്ങനെ ഓരോ ക്യാമറയുടെയും കണക്കെടുക്കുമ്പോൾ വലിയ അന്തരം വരുന്നുണ്ട്. അതായത് 1 ലക്ഷത്തിന് കിട്ടാവുന്നത് 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും തോന്നിയ പോലെ, നമ്മൾ സാധാരണ പറയുന്ന പോലെ കൊട്ടക്കണക്കിന് എഴുതുക എന്ന് പറഞ്ഞ പോലെ എഴുതിയിട്ടാണ് ഇതിൽ കെൽട്രോൺ ക്രമക്കേട് നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 30 കോടി രൂപയാണ് ഇതിൽ കണക്കാക്കുന്നത്. ഈ 30 കോടി രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് 80 കോടി രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ളത്. അതായത് സിംഗപ്പൂരിൽ നിന്ന് കുറഞ്ഞ ചിലവിൽ തന്നെ ഒരു 30 കോടി രൂപയ്ക്ക് ഇത്രയും ക്യാമറകൾ വാങ്ങാൻ കഴിയുമായിരുന്നു. ഇതായിരുന്നു ഈ അൽഹിന്ദ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതായത് ഇത്ര രൂപയ്ക്ക് ഈ ക്യാമറ വാങ്ങാമായിരുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് കഴിയില്ല, ട്രോയ്സിൽ നിന്ന് തന്നെ ഈ കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ടതുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം പ്രസാഡിയോ മുന്നോട്ട് വെക്കുകയായിരുന്നു. അതായത് ഇതിൽ ഇടനിലക്കാരായി നിന്ന ഈ ഉപകരാറിൽ നിന്ന പ്രസാഡിയോയുടെ നീക്കത്തിന്റെ ഫലമായാണ് ഇത്രയും കൂടിയ വിലയ്ക്ക് ക്യാമറകൾ വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇതിൽ ഈ കൃത്യമായി തന്നെ ഈ രേഖയിൽ, അതായത് ഈ കെൽട്രോൺ ഇതിലെ വില നിശ്ചയിച്ചുകൊണ്ടുള്ള ആ ഒരു രേഖയിൽ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ രേഖയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ നടന്നിരിക്കുന്നത് ചെറിയ സംഭവമല്ല. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയിൽ ഒന്നായി ഇത് മാറിയേക്കാം എന്നുള്ളത് തന്നെ ആ രീതിയിലേക്ക്. കാരണം ഇത് ബന്ധുക്കാരെയും സ്വന്തക്കാരെയും വേണ്ടി പിന്നെ കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരാണിതിന് ഈ പദ്ധതി പ്രായോജകർ എന്നുള്ള ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകളും അഴിമതിയും നടന്നിട്ടുണ്ടാവാം എന്നുള്ളതിനൊരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. കാരണം ഈ 1 ലക്ഷത്തിന് 16,000 പോലും കിട്ടുന്നത് ക്യാമറ 5 ലക്ഷവും 1 ലക്ഷത്തിന് കിട്ടുന്നത് 9 ലക്ഷവും 10 ലക്ഷവും ഒക്കെ എഴുതിയിട്ടാണ്
വാങ്ങിയിട്ടുള്ളത് ഇതേ ടെക്നോളജിയുള്ള ഇതേ സാങ്കേതിക മികവുള്ള ക്യാമറകൾ തന്നെയാണ് വിദേശ സിംഗപ്പൂരിൽ നിന്നും മറ്റും ഇറക്കാനുള്ള അങ്ങനെ ഒരു നിർദ്ദേശമായിരുന്നു അൽ ഹിന്ദ് കൊടുത്തിരുന്നത്. പക്ഷേ അത് പറ്റില്ല. ഈ ട്രോയ്സ് ഇൻഫോടെക്കുമായി തന്നെ കരാറിൽ ഏർപ്പെടണം. അവർ പറയുന്ന തുകയ്ക്ക് തന്നെ ഇത് വാങ്ങേണ്ടതുണ്ട് എന്നുള്ളൊരു നിർദ്ദേശമാണ് പ്രസാഡിയോയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ നമുക്കറിയാം ഈ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ ഇടപാടുകൾ നടക്കുന്ന സ്ഥാപനം കൂടിയായ പ്രസാഡിയോ ഇടപെട്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. ഇനി പുറത്തു വരാനുള്ളത് ഇതിൽ വേറെ മറ്റൊരു ഈ പ്രസാഡിയോയ്ക്ക് ഇതിൽ എത്ര വെട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വരേണ്ടതുണ്ട്. എന്തായാലും ഈ കരാർ റദ്ദാക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളും മറ്റും പുറത്തുവരും. എന്തായാലും സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായിട്ടുണ്ട്. സജിത്ത്, വലിയ തരത്തിൽ അത് ഓരോ ദിവസവും അതിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വാർത്തകളുടെ തുടർവാർത്തകൾ നമുക്ക് വരുന്ന മണിക്കൂറുകളിലും പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയയുടെ ഇടപെടൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ് 18 ഇങ്ങനെ വാർത്തകൾ നൽകുകയാണ്. പ്രത്യേകിച്ചും ലഹരി മാഫിയയുടെ ഇടപെടൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. കുട്ടികളെ സ്വാധീനിച്ചുകൊണ്ട് കുട്ടികളെ കാരിയർമാരാക്കിക്കൊണ്ടായിരുന്നു ഇടപെടൽ. ഈ വാർത്തയുടെ ഒരു തുടർ വാർത്തയിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. ഇനി എത്ര ഇരകൾ. ഒരാഴ്ച ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വളരെ ഗൗരവത്തിൽ ഇടപെടേണ്ട ഒരു വിഷയമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ന്യൂസ് 18 ഇനി എത്ര ഇരകൾ എന്ന ഈ ലഹരി ക്യാമ്പയിൻ തുടങ്ങിയത്. ഇന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. സംസ്ഥാനത്തെ 250-ലേറെ സ്കൂളുകളിൽ ലഹരി സാന്നിധ്യം വർദ്ധിക്കുന്നതായാണ് ആ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ലഹരി മാഫിയയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലെ സ്കൂളുകളിലാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും സ്കൂളുകളിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി സാന്നിധ്യമുള്ള സ്കൂളുകളെ സംബന്ധിച്ച് ഇന്റലിജൻസിന്റെയും എക്സൈസിന്റെയും റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനത്ത് 250-ലധികം സ്കൂളുകളാണ് ലഹരി മാഫിയയുടെ പിടിയിലമർന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം കൊല്ലം ജില്ലയിലാണ് ലഹരി സാന്നിധ്യമുള്ള സ്കൂളുകൾ കൂടുതലുള്ളത്. 39 പ്രശ്നബാധിത സ്കൂളുകളാണ് കൊല്ലം ജില്ലയിലുള്ളത്. തൃശൂർ ജില്ലയിൽ 28 സ്കൂളുകളിൽ ലഹരി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലഹരി വിപണി സജീവമാകുന്ന തലസ്ഥാന ജില്ലയിൽ 25ഓളം സ്കൂളുകളിൽ ലഹരി സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞു. നഗരപരിധിയിൽ കവടിയാർ, വട്ടിയൂർക്കാവ് അടക്കമുള്ള സ്കൂളുകളിലും തീരദേശത്ത് ഭീമാപ്പള്ളി, പെരുമാത്തൂർ അടക്കമുള്ള സ്കൂളുകളിലും ലഹരി കേസുകൾ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ 22 സ്കൂളുകളിലും ലഹരി മാഫിയ സജീവമാണ്. എന്നാൽ വീര്യമേറിയ ന്യൂ ജനറേഷൻ ഡ്രഗുകൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. ബംഗളൂരുവിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക്. കഞ്ചാവ്, ഹാഷിഷ്, എഫ്ഡ്രിൻ, മെത്രാക്സ്, കൊക്കൈൻ, ചരസ് എന്നിവയെല്ലാം സുലഭം. എക്സൈസ് പിടികൂടുന്ന ലഹരി മരുന്നുകളുടെ 20 ഇരട്ടിയിലധികം ലഹരി മരുന്നാണ് യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് ഒഴുകുന്നത്. വിദ്യാലയ പരിസരങ്ങളിൽ ലഹരി വിൽപ്പന പാടില്ലെന്ന് നിയമമുണ്ടെങ്കിലും കച്ചവടം തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. ലഹരിക്കടിമകളായ കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് പോലീസും എക്സൈസും ഒക്കെ ഉണരുക. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. അതെ, പ്രഭാത കേരളത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും നിരവധിയുണ്ട്. വളരെ ഗൗരവമേറിയ വാർത്തകളൊപ്പം കൗതുകമുണർത്തുന്ന നിരവധി വാർത്തകളുണ്ട്. അപ്പോൾ ഒരു അതിഥിയും നമുക്കൊപ്പം ഇന്ന് ചേരുന്നുണ്ട് അല്ലെ. എന്തായാലും അതിലേക്കൊക്കെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമ്മൾ മടങ്ങിയെത്തുകയാണ്. മടങ്ങിയെത്തുമ്പോൾ പോകുന്നത് ഇന്നലെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള കടന്നാക്രമണത്തെ തുടർന്ന് ഒരു യുവതിയുടെ ആത്മഹത്യ കടുത്തുരുത്തിയിൽ നിന്ന് കേൾക്കുന്നത്. ഇതേ കേസിലെ പ്രതിയാണ് ഇന്നലെ കാസർഗോഡ് ആത്മഹത്യ ചെയ്തത്, തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് അതിന്റെ തുടർ വാർത്തകൾ ഇന്ന് നടക്കുമെന്നാണ് അറിയുന്നത്. അത് എല്ലാവരെയും ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു. സൈബർ ആക്രമണത്തിൽ 2 പേർ മരിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ നമ്മൾ അത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. മനഃശാസ്ത്ര വിദഗ്ധയെ അടക്കം വിളിച്ച് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇരുവരുടെയും മനോനില ഈ രീതിയിൽ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ സൈബർ അറ്റാക്ക് ഇപ്പോൾ വലിയ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നു മാധ്യമങ്ങളെല്ലാം. ഈ വിഷയത്തിൽ ഇന്ന് അരുണിന്റെ തൂങ്ങി മരിച്ച അരുണിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നുണ്ടാകും എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. നമുക്ക് വിവരങ്ങളുമായി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും ചേരുന്നത്. ശ്രീജിത്ത്, ഇന്നലെ
വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ മരിച്ച പെൺകുട്ടിയുടെ സഹോദരനൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും അദ്ദേഹവും പറയുന്നത് മരണം ഒന്നിനും ഒരു പരിഹാരമല്ല, ഇത് നിയമപരമായി മുന്നോട്ട് പോകാനായിരുന്നു അവരുടെ ആഗ്രഹം, പക്ഷെ അത് നടന്നില്ല എന്നാണ്. ഇപ്പോഴും ഈ 2 പേർ മരിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്, ഈ സൈബർ ആക്രമണം എന്നുള്ളത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നത്തെ അരുണിന്റെ പോസ്റ്റ്മോർട്ടം നടപടി ഇന്ന് അവിടെ ഉണ്ടാകുമെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് ഇന്ന് നമുക്ക് തരാൻ കഴിയുന്നവരെ? കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് ലോഡ്ജിലാണ് അരുൺ വിദ്യാധരന്റെ മൃതദേഹം ഇന്നലെ രാവിലെ ഏതാണ്ട് 7 മണിയോടുകൂടി ഇതേ സമയത്തോടുകൂടി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. എന്തായാലും മൃതദേഹം ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കോട്ടയത്ത് നിന്ന് കടുത്തുരുത്തിൽ നിന്നുള്ള ബന്ധുക്കൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അവർ ഈ മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും ഇനി പോലീസിന് ചെയ്യാൻ പറ്റുന്ന തുടർ നടപടികൾ, അതായത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിടുക എന്നതടക്കമുള്ള നടപടികൾ അതിപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. അത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക്, കണ്ണൂർ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുവരും. അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഏതാണ്ട് 12 മണിയോടുകൂടിയെങ്കിലും രാവിലെ തന്നെ ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നിലയിൽ വന്നാൽ ഉച്ചയ്ക്ക് മുന്നോടിയായി തന്നെ മൃതദേഹം കിട്ടുകയും ഏതാണ്ട് ഇന്ന് രാത്രിയോടുകൂടി മൃതദേഹം ഇവിടേക്ക് കടുത്തുരുത്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അരുണിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിലുള്ള തുടർ നടപടി. ഇനി കേസിനെ സംബന്ധിച്ച് ഇനി ഈ മരണ വാറണ്ട് കോടതിയിൽ കൊടുക്കുക, അങ്ങനെ കേസ് അവസാനിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് പോലീസിന് നിയമപരമായി മറ്റ് സാധ്യതകളൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതിൽ മറ്റു പരാതികൾ എന്തെങ്കിലും തരത്തിൽ ഈ മരണത്തെ സംബന്ധിച്ചൊന്നും ഇതുവരെയും ഉയർന്നു വന്നിട്ടില്ല. എന്തായാലും അത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പോലീസിന് എന്തെങ്കിലും അന്വേഷണ സാധ്യതകളുള്ളൂ. അശ്വതി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസ് ഇനി ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഇതൊരു സൈബർ ആക്രമണത്തിലൂടെ ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് നയിക്കുന്നു, അതിനുശേഷം ആ പ്രതിയും മരണത്തെ തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എത്രത്തോളം നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന പുതിയ തലമുറയിൽ ഇത് കുറച്ച് കാര്യമായി കണ്ടുവരുന്ന ഒരു പ്രവണതയായി കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് സാധാരണ നിലയിൽ കൊലപാതകമാണ് ഉണ്ടാകുന്നത്. ഒരു പ്രണയം എങ്ങനെ പ്രണയിക്കണം അല്ലെങ്കിൽ എങ്ങനെ പ്രണയത്തിൽ നിന്ന് പിന്മാറണം എന്നൊക്കെയുള്ള ചർച്ചകളും കുറച്ച് മുൻപേ തന്നെ നമ്മൾ തുടങ്ങിയതാണ്. പക്ഷേ അതിലേക്ക് എത്താൻ, അത് മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയിലെ പ്രണയങ്ങൾക്ക് സാധിക്കാത്തത്, അല്ലെങ്കിൽ പ്രണയം എന്ന പേരിലുള്ള അടുപ്പങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ട്? അതിൽ കൂടുതൽ ഇടപെടൽ ഉണ്ടാകണം, അതിൽ കൂടുതൽ ബോധവൽക്കരണങ്ങളൊക്കെയും ഇനി ഉയർന്നു വരേണ്ടതാണ്. സമൂഹം കാണുന്നവരെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി കൂടി കടുത്തുരുത്തിയിലെ ഈ മരണങ്ങൾ മാറിയിരിക്കുകയാണ്. അശ്വതി, സജിത്ത്. ശരി, താങ്ക് യു ശ്രീജിത്ത്. എന്തായാലും ഇത്തരത്തിലുള്ള ഗൗരവമുള്ള വാർത്തകൾ ഒരു വശത്ത്, മറുഭാഗത്ത് നമ്മളൊരു പ്രഭാതം തുടങ്ങുകയാണ്, ഒരു നല്ല ദിവസം തുടങ്ങുകയാണ്. കുറച്ച് നല്ല വാർത്തകൾ കൂടി അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കൂടി കേൾക്കണം. നമുക്കിനി ഒരു അതിഥിയുണ്ട്, അപർണ ബാലമുരളിയാണ്. അപർണ പ്രളയ കഥ പറയുന്ന 2018 എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായാണ് നമുക്കൊപ്പം ചേരുന്നത്. നവമി ദിനേശാണ് അഭിമുഖം നടത്തിയത്. നമുക്ക് ആ അഭിമുഖം 2018 എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപർണ ബാലമുരളി. നമസ്കാരം അപർണ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? 2018 കേരള ജനതയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായി, വീടുകൾ നഷ്ടമായി, ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. പക്ഷെ ഇതെല്ലാം നമ്മൾ ഒരുമയോടെ അതിജീവിച്ചു ആ ഒരു കാലഘട്ടത്തെ. അപ്പോൾ ഇതൊരു ചിത്രമായി വരും എന്നുള്ളത് നമുക്ക് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു സംഭവമാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. എന്താണ് 2018 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്? ഇന്നിപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് തന്നെ നമ്മൾ അന്ന് അത് അതിജീവിച്ചത് കൊണ്ടാണ്. അന്ന് നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു യൂണിറ്റിയും അത് ഭയങ്കര നന്മയുള്ളൊരു സമയമായിരുന്നു. ഭയങ്കര സെൽഫ്ലെസ് ആയിരുന്നു എല്ലാവരും. ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ അറിയാത്ത ആൾക്കാരെ പോലും വീട്ടിലേക്ക് വിളിക്കുക, ക്ഷണിക്കുക. അപ്പോൾ അതൊക്കെ ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ പറയുന്ന മാതിരി തന്നെ എവ്രി വൺ ഈസ് എ ഹീറോ എന്ന് പറയുന്ന മാതിരി പ്രായഭേദമന്യേ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാണ്ട് എല്ലാവരും പരസ്പര സഹായം അങ്ങനെ ചെയ്തിരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെയൊക്കെ ഓർമ്മപ്പെടുത്താനാണ് സത്യം പറഞ്ഞാൽ 2018 എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിൽ ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് എത്തുന്നത്. ചിത്രത്തിലെ കഥാപാത്രത്തെ കുറിച്ച് പറയാം. ഇതിൽ ഞാനൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. എന്താ പറയുക,
വെപ്രാളം ഉണ്ടാവുമല്ലോ പൊതുവെ ഈ ന്യൂസ് വായിക്കുമ്പോൾ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ടറായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ അതൊരു ചെയ്യാത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ആക്ച്വലി തമിഴിൽ ചെയ്തിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിപ്പോർട്ടറിന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. ഭയങ്കര രസമായിരുന്നു. പിന്നെ പറഞ്ഞ മാതിരി അവർ ഓരോ സ്ഥലത്തും ലൈവ് റിപ്പോർട്ട്സ് കൊടുക്കുമ്പോൾ ഇപ്പൊ മഴയാണെങ്കിൽ പോലും അവരവിടെ ചെന്ന് ആ റിപ്പോർട്ട് കൊടുക്കും. നമ്മളൊക്കെ ന്യൂസ് അറിയുന്നത് ഇവരിലൂടെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് റെസ്പെക്ട് തോന്നുന്ന ഒരു കാര്യമായിരുന്നു. അത് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ സമയത്ത് ന്യൂസ് ഒക്കെ ഫോളോ ചെയ്തിരുന്നോ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്? ഞാനിപ്പോ കുറെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും. പൊതുവെ എനിക്ക് ജനറൽ ക്യാരക്ടറിസ്റ്റിക് എങ്ങനെ ഇപ്പോൾ ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മളെ പോലെ അല്ല റിപ്പോർട്ടേഴ്സ് ടി വിയിൽ സംസാരിക്കുന്നത്. അപ്പൊ നമുക്കത് അറിയാം. അപ്പം അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്പീഡ്, കാരണം ആ ഒരു ലൈവ് റിപ്പോർട്ട് എന്ന് പറയുമ്പം കുറെ നമ്മൾ ഇംപ്രോംപ്റ്റ് ആയിട്ട് പറയണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു, കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു. പിന്നെ നമുക്ക് ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ടേ തന്നെത്താനെ നമ്മുടെ ശബ്ദമൊക്കെ അങ്ങനെ റേസ് ആവും, തന്നെത്താനെ നമ്മൾ ആ ഒരു മൂഡിലേക്ക് വരും. സത്യം പറഞ്ഞാൽ ആ ഒരു മൊത്തം സെറ്റപ്പ് കഴിയുമ്പോൾ ഭയങ്കര രസമായിരുന്നു അത്. നല്ല ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ജൂഡ് ചേട്ടൻ അതിന് നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിട്ടുണ്ട് ക്യാരക്ടറിന്. ജൂഡ് ആന്റണി പറഞ്ഞത് ഒരു കാര്യമുണ്ട്, അതായത് ഈ സിനിമ എടുക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അങ്ങനെ ഒരു സ്ട്രഗിൾ കൂടി കടന്നാണ് ഈ സിനിമ പൂർത്തിയാക്കിയത്. അപ്പൊ അപർണയ്ക്ക് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ട്രഗിൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഇതില് ബാക്കിയുള്ളവർ, ഇപ്പൊ ഈ പോസ്റ്ററിൽ മെയിനായിട്ട് കാണുന്ന ആൾക്കാര് അവര് അനുഭവിച്ച അത്ര സ്ട്രഗിൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം അവര് വെള്ളത്തിന്റെ ഉള്ളില് എന്താ പറയാ ഡേ നൈറ്റ് ഷൂട്ടുകള്, അത്രയൊന്നും എനിക്ക് റിസ്ക് ഉള്ള അങ്ങനത്തെ ഷൂട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മെയിനായിട്ട് ചാലഞ്ചിങ് ആയിരുന്ന സാധനങ്ങൾ കുറച്ച് പ്ലേസ് റീജിയൻ ആ ഒരു സ്പെസിഫിക് ആയിരുന്നു. ഇപ്പം നമ്മൾ ഇടുക്കി പോയിട്ട് തന്നെയാണ് ഇടുക്കി ഡാമിൻ്റെ മുമ്പിലത്തെ ഇത് ഷൂട്ട് ചെയ്തത്. നമ്മൾ വേറെ ഒന്നും ഗിമിക്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇടുക്കിയുടെ മുമ്പിൽ, ഡാമിൻ്റെ മുമ്പിൽ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ പോയിട്ട് അത് ഷൂട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ ആലുവ മണപ്പുറത്തിൻ്റെ അവിടെ പാലം ഉള്ളൊരു വ്യൂ. അപ്പം ഇതൊക്കെ മാക്സിമം ജൂഡ് ചേട്ടൻ അത് എന്താണോ സംഭവിച്ചത് അത് മാക്സിമം വേറെ എക്സ്റ്റേണൽ ഹെൽപ്പുകൾ മാക്സിമം കുറച്ചിട്ടാണ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഷൂട്ടിന് മെയിനായിട്ടുള്ള ചാലഞ്ച് ഈ സ്ഥലങ്ങൾ മാക്സിമം കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിരുന്നു ഇടുക്കിയിലെ ഷൂട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്ക് ഒരു കൗതുകം, നമ്മൾ ഈ വെള്ളക്കെട്ട്, മഴ, ഇതൊക്കെ എങ്ങനെയായിരുന്നു റീക്രിയേറ്റ് ചെയ്തത്? അതിന് ഫുൾ ക്രെഡിറ്റ് ജൂഡ് ചേട്ടനും മോഹൻദാസ് ചേട്ടനുമാണ്. മോഹൻദാസ് ചേട്ടനാണ് ആർട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു ഈ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3 ഏക്കർ സ്ഥലം എടുത്ത് അവിടെ ഫുൾ ഇത് പണിതെടുക്കുക ചെയ്തിട്ടുള്ളത്. അതിനൊരു ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അവരില്ലെങ്കിൽ ഒരിക്കലും ഈ സിനിമ നടക്കില്ല. അത്രയും ചെലവുള്ളൊരു സിനിമയാണ്. പക്ഷെ അത്ര തന്നെ ജൂഡ് ചേട്ടൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലിറങ്ങി വർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ പുറത്തു വരാൻ പോകുന്നത്. അപ്പോൾ അത് ഫുൾ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പല കാര്യങ്ങളും ഇതിൽ കാണിച്ചിരിക്കുന്നത് റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത് ഫുള്ളായിട്ട് അവർ ആ വീടുകളൊക്കെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തില് വലിയൊരു താരനിരയുണ്ട് അല്ലെ? ടൊവിനോ ഉൾപ്പെടെ ഉള്ള ലാൽ ഒക്കെ ഒരുപാട് വലിയ താരനിരയുണ്ട്. അപ്പം അവരുമായിട്ടൊക്കെ ഒരു കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നോ? എനിക്ക് കുറവായിരുന്നു. എൻ്റെ മെയിൻ ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് സിദ്ദിഖ് ഒക്കെ ആയിട്ടായിരുന്നു. പിന്നെ കലയർസൻ സാറായിട്ട്. അങ്ങനെ ആ ഒരു ഭാഗത്താണെങ്കിൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത്. പക്ഷെ ഇതിൻ്റെ ഒരു ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയപ്പോഴാണ് ഞാനും ഓർക്കുന്നത് ഇതിൻ്റെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വോയിസ് ഓവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ന്യൂസിന്റെ ഇതിൽ. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനത്തെ കോമ്പിനേഷൻ സീൻസ് അല്ലാണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. 2018 ഈ ഒരു പ്രളയ സമയത്ത് അപർണയുടെ ആ ഒരു ഓർമ്മ എങ്ങനെയായിരിക്കും? എൻ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഫ്ലാറ്റിൽ വെള്ളം കയറാത്തൊരു ഏരിയ ആയിരുന്നു. അപ്പം അതൊരു ഭാഗ്യമായിരുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ കൂടെയുള്ള കുറച്ച് പേര് തൊട്ട് അപ്പുറത്ത് താമസിക്കുന്നവർ ആ സ്ഥലത്ത് വരെ വെള്ളം കയറുകയും കറണ്ട് കട്ടാവുകയൊക്കെ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം എൻ്റെ കൂടെയുള്ള കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ സൈഡിൽ നിന്ന് അല്ലെ കോഴിക്കോട്, കണ്ണൂർ അത്രയും ദൂരത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാർ. അപ്പം അവരുടെ പേരൻസ് ഒക്കെ ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പം അമ്മയും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെ എൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ ആ ഒരു സമയത്ത് അവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്. എല്ലാവരും ഒരുമിച്ച് ആ ഒരു
കുറച്ച് ദിവസങ്ങൾ ടൈം സ്പെൻഡ് തൃശ്ശൂരായിരുന്നു? അല്ല, എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് അച്ഛനും എൻ്റെ അമ്മയുടെ പേരൻസ് ഒക്കെ തൃശ്ശൂരായിരുന്നു. അപ്പൊ അതും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അവരും സേഫ് ആയിട്ട് തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്തെങ്കിലും കടക്കേണ്ട സാഹചര്യം ഞങ്ങള് എന്നിട്ട് ഇപ്പൊ എല്ലാവരും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഉള്ളതിന് ശേഷം ഇപ്പൊ അന്ന് എന്റെ വണ്ടി ഉണ്ട്. എനിക്ക് അന്ന് ഒരു വണ്ടി ഞങ്ങൾക്ക്, അപ്പൊ അത് വീട്ടിലാണ്, തൃശ്ശൂരാണ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മാം ഉണ്ട്, ഇന്റേൺഷിപ്പിന്റെ ഓഫീസ് ഹെഡ് ഷെൽന മാമിന്റെ വണ്ടി തന്നു. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി മാക്സിമം ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു. കരിയറിലേക്ക് വന്നാൽ മഹേഷിന്റെ പ്രതികാരം മുതൽ 2018 വരെ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് അപർണയെ നോക്കി കാണുന്നത്? കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു പടം ഹിറ്റായി എന്ന് വെച്ചിട്ട് നമുക്ക് അതിൽ മാത്രം സന്തോഷിക്കാൻ പറ്റില്ല. സർവൈവൽ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി നമ്മൾ തന്നെ നമ്മളെ അനലൈസ് ചെയ്തിട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ് നടത്തുക തന്നെ വേണം. അപ്പോൾ ഇപ്പം ഞാനാണെങ്കിലും ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സാച്ചുറേറ്റഡ് ആവും. എന്താ ഇനി ചെയ്യാന്നുള്ളതിനൊരു ക്ലൂ ഉണ്ടാവില്ല. അപ്പോൾ ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും എക്സസൈസുകളോ അങ്ങനെ എന്തെങ്കിലും, എനിക്കറിയില്ല ഇപ്പോഴും അതിൻ്റെ സൊല്യൂഷൻസ് അറിയില്ല അതിന്. പക്ഷേ ഒരു നമ്മൾ തന്നെ എന്തെങ്കിലും വീഡിയോസ് എടുത്ത് നോക്കുക, ഏതെങ്കിലും സീൻസ് ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വരും. പക്ഷേ സർവൈവലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. കരിയറിനെ പറ്റി പറയുമ്പോൾ ബൊമ്മിയെ പറ്റി പറയാണ്ട് നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയിലേക്കുള്ള ഒരു എൻട്രി? ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഇപ്പൊ ഒന്ന് ഓർക്കുമ്പോൾ? ഇപ്പോഴും അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓഡിഷൻ കൊടുക്കുക. സുധാ മാം ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ മാം വീണ്ടും എനിക്ക് അയച്ചു തന്നു, ഒരു കറക്റ്റഡ് കോപ്പി അയച്ചു തന്നിട്ട് ചെയ്ത് അയക്കാൻ പറഞ്ഞു, ഇത് വീഡിയോ. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് മാമിന് അയച്ചു കൊടുത്തപ്പോൾ മാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കുറേ വർക്കിന് ശേഷം ഭാഗ്യത്തിന് ആ ഫിലിമിൽ എത്തിപ്പെടാനും പറ്റി. അതിൻ്റെ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടായിട്ട് വേറെ പല കാര്യങ്ങളും നടന്നു. എപ്പോഴും എനിക്കൊരു വലിയ എൻ്റെ ഒരു ഏറ്റവും മറക്കാനാവാത്ത അല്ലെങ്കിൽ ഏറ്റവും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു മൊമെന്റ് ആണ് എൻ്റെ ലൈഫിൽ. അതെ, ആ ഒരു എഫേർട്ടിനായിരിക്കും നാഷണൽ അവാർഡ് കിട്ടിയത് ഉൾപ്പെടെ. അപ്പം അതൊരു റെസ്പോൺസിബിലിറ്റി ആയി തോന്നിയിട്ടുണ്ട്. അതായത് ഇനി കൂടുതൽ ചിത്രങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി സെലക്റ്റീവ് ആകണം എന്നുള്ള തരത്തിൽ. ഉറപ്പായിട്ടും. കാരണം നമുക്കിപ്പോൾ ഒരു ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ളൊരു അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ജോലിയോട് നീതി പുലർത്തണം. അപ്പം ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ എന്താ പറയുക, അതെങ്ങനെ വർക്ക് ചെയ്തെടുക്കാമെന്ന് ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പൊ അപർണ ചെയ്തു വന്ന ക്യാരക്ടേഴ്സ് സ്ത്രീ കഥാപാത്രത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സെലക്റ്റീവായിട്ട് ബോധപൂർവം അങ്ങനെ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നതാണോ? എനിക്ക് മിക്ക സ്ക്രിപ്റ്റുകൾ വരുന്നത് അങ്ങനെയാണ്. അപ്പം അതിലേറ്റവും ബെസ്റ്റാണ് ഞാൻ നോക്കിയെടുക്കുന്നത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന സ്ക്രിപ്റ്റുകളാണ് ഞാൻ നോക്കുന്നത്. അപ്പം അങ്ങനത്തെ സ്ക്രിപ്റ്റും അല്ലാണ്ടേയും വരുന്നുണ്ട്. അപ്പം ഏതാണ് കഥ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അതാണ് മെയിനായിട്ട് സെലക്ട് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും? ഇപ്പൊ പദ്മിനി, ചാക്കോച്ചൻ, വിൻസി, മഡോണ ഇവരുടെയൊക്കെ കൂടെയാണ് പദ്മിനി. സെന ചേട്ടൻ്റെ പടമാണ്. രുതിര ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞു. ധൂമം എന്ന് പറഞ്ഞ് ഫഹദ്ക്കയുടെ കൂടെ ചെയ്ത പടം ഇറങ്ങുന്നുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള 2-3 സിനിമകളാണ് അതൊക്കെ. യുവം 2023 കൊച്ചിയിൽ നടന്ന ഒരു ഇവന്റിൽ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടിരുന്നു. അപ്പൊ ആ ഒരു അനുഭവം എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ വേദി പങ്കിടുക എന്ന് പറയുന്നത് വാസ് എ ഹാപ്പി തിങ്. അപ്പൊ ആ വിമർശനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അപർണ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ അതിന് അത്ര ബോധോടാവേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം എന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ വേദി പങ്കിടാൻ വിളിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത്. അപ്പോൾ ഈ വിമർശിക്കുന്നവരാരാണെങ്കിലും എനിക്ക് തോന്നുന്നു വിളിച്ചു കഴിഞ്ഞാൽ പോവുമായിരിക്കും ആ പ്രോഗ്രാമിന് എന്നുള്ളത്. കാരണം അത്രയും വലിയൊരു എനിക്ക് കിട്ടിയൊരു ചാൻസ് ആണ്. ഇപ്പം എവിടെയാണെങ്കിലും CMന്റെ കൂടെ ഞാൻ ഒന്നിൽ കൂടുതൽ വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രായത്തിൽ എനിക്ക് കിട്ടിയ മറക്കാനാവാത്ത കുറേ മൊമെന്റ്സ് ആണ് അതൊക്കെ. അപ്പം ഞാൻ അതൊക്കെ ചെറിഷ് ചെയ്യും. അപ്പം ബാക്കി വിമർശനങ്ങൾ പറയുന്നവർ പറഞ്ഞോട്ടെ എന്നുള്ളൂ. 2018 പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം. ഓഡിയോ വിഷ്വൽ ട്രീറ്റ് ആണ് ഇത്. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ 2018 എന്തൊക്കെയാണ് അനുഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ തരണം ചെയ്തത് എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജൂഡ് ചേട്ടൻ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം.
ഓക്കെ, അപർണ ബാലമുരളിയുടെ വിശേഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വാർത്തകളിലേക്ക് മടങ്ങി വരികയാണ്. നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനത്തിന് ശേഷം കൊച്ചി മെട്രോ റെയിലിന്റെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വിപുലമായ തയ്യാറെടുപ്പിലാണ് KMR. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. കിതച്ചുകൊണ്ടോടുന്ന കൊച്ചി മെട്രോയ്ക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന കൊച്ചി മെട്രോ റെയിൽ രണ്ടാം ഘട്ട പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. കലൂർ മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് മേഖല വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം മധ്യത്തോടെ ആരംഭിക്കും. കാക്കനാട് സെസ് മെട്രോ സ്റ്റേഷന്റെ പൈലിംഗ് ആണ് ആദ്യം തുടക്കമിടുക. ചെണ്ടൂർ ഇൻഫ്രാസ്ട്രക്ചറിനാണ് പൈലിംഗ് ജോലികളുടെ കരാർ. മെട്രോ റെയിൽ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള റോഡ് വൈഡനിംഗ്, പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനിൽ നിന്ന് കാക്കനാട് വരെ 11.2 കിലോമീറ്റർ ദൂരത്തിലാണ് മെട്രോ റെയിലിന്റെ രണ്ടാം ഘട്ടം വിഭാവനം ചെയ്തിരിക്കുന്നത്. 11 സ്റ്റേഷനുകളുടെയും ഡിസൈനുകൾ തയ്യാറാക്കി വരികയാണ്. മെട്രോ ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോൾ മുതൽ രണ്ടാം ഘട്ടത്തിനായുള്ള പ്രവർത്തനങ്ങൾ KMRL തുടങ്ങിയിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ തീരുമാനം വൈകിയതാണ് തിരിച്ചടിയായത്. കാക്കനാട് ഇൻഫോ പാർക്ക് മേഖലകളിൽ നിന്നുള്ളവർക്ക് നഗരത്തിലേക്കും ആലുവയിലേക്കുമുള്ള സഞ്ചാരം സുഗമമാക്കാൻ ഉതകുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ടാം ഘട്ടത്തിലൂടെ മികച്ച വരുമാനവും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ മെട്രോ റെയിലിന്റെ സുപ്രധാന റീച്ചായിട്ടാണ് രണ്ടാം ഘട്ടത്തെ വിലയിരുത്തുന്നത്. 1957 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ജനറൽ കൺസൾട്ടന്റ് ടെൻഡർ മെയ് 12-നാണ്. രണ്ടാം ഘട്ട നിർമ്മാണത്തിന് ശേഷം കാക്കനാട് തൃപ്പൂണിത്തുറ റൂട്ടിലേക്ക് മെട്രോ ദീർഘിപ്പിക്കുന്നത് പരിഗണനയിലാണ്. കാക്കനാട് വൈറ്റ്ല പാതയിലൂടെയുള്ള വാട്ടർ മെട്രോയ്ക്ക് മികച്ച പ്രതികരണം ലഭിച്ച പശ്ചാത്തലത്തിൽ സർവീസുകളുടെ എണ്ണം കൂട്ടിയിരുന്നു. കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുകയാണ്. സെസ്സിനകത്തെ സ്റ്റേഷനാണ് ആദ്യം നിർമ്മിക്കുക. 2 വർഷം കൊണ്ട് രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കി സർവീസ് തുടങ്ങാനാകുമെന്നാണ് KMRL പ്രതീക്ഷിക്കുന്നത്. ശ്യാംലാലിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. സജിത്ത്, നമുക്കറിയാം ഇപ്പൊ മാങ്ങാക്കാലമാണ്, മാമ്പഴക്കാലമാണ്. ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്നത് മുതലമട മേഖലയിലാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ഉൽപാദന പ്രതിസന്ധിക്കൊപ്പം കീടബാധ കർഷകരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കൃഷി വകുപ്പ് ഇതിൽ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. പ്രസാദ് ബിന്ദുശ്ശേരിയുടെ റിപ്പോർട്ട്. മുതലമടയിലെ മാവ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് കീടബാധയാണ്. എന്റെ കയ്യിലുള്ള ഈ മാങ്ങ നമുക്ക് ആദ്യം കാണാം. ഈ മാങ്ങയിൽ ഇതിന് കാണാം, നമുക്കിവിടെ കറുത്ത് കിടക്കുന്ന ഈ ഭാഗം, ഇത് ഒരു കീടബാധയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളോടൊപ്പം കർഷകനും അതോടൊപ്പം തന്നെ മുതലമട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം മാംഗോ വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ എന്ന കമ്പനിയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പം ഇത് നമ്മൾ കണ്ടു, ഈ ഒരു കീടബാധ. നിങ്ങൾ നേരിടുന്ന ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഉൽപാദന രംഗത്തെ പ്രതിസന്ധികളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ കീടബാധ തന്നെയാണ്. അതെ, കീടബാധ എന്നുള്ളത് ആദ്യം വരുന്ന കീടബാധനെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് ഈ മാങ്ങയാണ് ആദ്യത്തെ കീടബാധ. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ട്രിപ്സ് എന്ന് പറയും, എലപ്പേൻ, ഇതിന് മരുന്നേ ഇല്ല. ഓർഗാനിക്കും എല്ലാ നിലയ്ക്കും നമ്മൾ പരീക്ഷണം നടത്തി നോക്കി. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾക്കൊരറിവില്ല. അത് കാരണം ഈ മാങ്ങൻ്റെ തൊലിപ്പുറം മുഴുവൻ കഴിച്ച് അവസാനം ഒന്നിനും ആവാത്ത ഇങ്ങനത്തുള്ള ഒരു മാങ്ങയായി മാറും. അത് ജനുവരി ഫെബ്രുവരിയിൽ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് വിപണനത്തിന് സാധ്യതയില്ല. ഇതോടുകൂടി ഈ മാങ്ങ എവിടേക്ക് അയക്കാം, അച്ചാറിനെ പോകുള്ളൂ. 7 രൂപ 10 രൂപയ്ക്ക് കൊടുക്കേണ്ടത് വരും. എന്നാൽ യഥാർത്ഥ മുതലമടയുടെ ചിത്രം ഇതാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും നല്ല മാങ്ങ പറയുന്നത് ഇതാണ്. ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാ? ബങ്ങനപ്പള്ളി. ഇതാണ് മുതലമട. വലുപ്പം കൊണ്ടും രുചി കൊണ്ടും കളർ അഴകു കൊണ്ടും ശ്രേഷ്ഠമായ സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ്. അപ്പൊ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ കൃഷി ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുള്ള വിദഗ്ധോപദേശം അത് കൃത്യമായി കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഫലപ്രദമാകുന്നുണ്ടോ? കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടാറുണ്ട്. നമ്മളെ അടച്ചാക്ഷേപിക്കാൻ തയ്യാറല്ല, കിട്ടാറുണ്ട്. പക്ഷേ ഒരു കണ്ടിന്യൂ എന്നുള്ളൊരു പ്രശ്നമേ ഇല്ല. തുടർച്ചയായ ഒരു നിരീക്ഷണം നടത്തിയാൽ മാത്രമേ ഏതൊരു വിഷയത്തെയും കുറിച്ച് നമുക്ക് കഴിയുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് എല്ലാ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ KVK പോലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും മറ്റും വിദഗ്ധരൊക്കെ ഇവിടെ വന്നുകൊണ്ട് ഒരു 2 മാസ കാലയളവ് ഇവിടെ നിൽക്കും. അപ്പോഴെല്ലാം ഇവിടെ കീടങ്ങളൊക്കെ പെറ്റ് പെരുകി അതിൻ്റെ അവസ്ഥ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു നിലയിൽ ഞങ്ങൾക്ക് കിട്ടാറില്ല. അവർ പോയതിനു ശേഷം വീണ്ടും അടുത്ത കൊല്ലമാണ് വരിക. അങ്ങനെയല്ല, ഞങ്ങൾക്ക് തുടർച്ചയായി ഒരു 4-5 കൊല്ലം
ഈ ഒരു സേവനം, സയൻറ്റിസ്റ്റുകളുടെ സേവനം, ഒരു സ്പെഷ്യൽ ഓഫീസർ 8 വർഷമായി ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടാണ്. ഒരു സ്പെഷ്യൽ ഓഫീസർ കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ്, ഇത്രയും വലിയ കൃഷി, എല്ലാ കൃഷിയും ഉള്ള പഞ്ചായത്താണ്. ഇവിടെ ഒരു കൃഷി ഓഫീസറെ കൊണ്ട് ഒരു ക്ലർക്കിൻ്റെ പണി ചെയ്യാൻ കഴിയില്ല. ആ ഒരു ദുരവസ്ഥയിൽ ഈ ഉള്ള കൃഷി ഓഫീസറിൽ തന്നെ പല തൊട്ടടുത്ത കൃഷി പഞ്ചായത്തുകളിൽ കൂടി ചാർജ് കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സേവനം കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രത്യേക വിഭാഗമായിട്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥ സംഘം ഇവിടെ വേണമെന്നുള്ളതാണ്. അതെ, പ്രത്യേക സയന്റിസ്റ്റ്, ഇതിനെക്കുറിച്ച് പഠിക്കാവുന്ന ഒരു സ്പെഷ്യൽ ഓഫീസർ ഞങ്ങൾക്ക് ഐഡിയ തരണം. എവിടെയാണ് ഇതിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെയാണ് സമീപിക്കേണ്ടത്, എങ്ങനെയാണിത് നടത്തേണ്ടത്, ഇതിനെന്ത് പ്രതിവിധി, ഇത് പറഞ്ഞു തരാൻ അതിന്റെ ഒരു എക്സ്പെർട്ട് വേണമല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സ്പെഷ്യൽ ഓഫീസർ. കീടബാധ മൂലം ഒരുപാട് മാങ്ങകൾ ഇങ്ങനെ നഷ്ടമാകുന്നുണ്ടോ? അതായത് എത്രത്തോളം മാങ്ങ ഇന്ന് കിട്ടിയതിൽ ആകെ ക്രോപ്പ് ഒരു 20% ഉള്ളൂ. അതിൽ ഒരു 5% പോലും ഇതുപോലത്തെ മാങ്ങ കിട്ടിയിട്ടില്ല. അത് കർഷകനെ സംബന്ധിച്ച് അവൻ്റെ നടുപൊടിയാണ്. ഉദാഹരണം തന്നെ, ഞാനൊരു 12 ലക്ഷം രൂപയ്ക്ക് ഒരു തോട്ടം വാങ്ങി, 8 ലക്ഷം രൂപയോളം ചെലവ് ചെയ്തു, 20 ലക്ഷം, 50,000 രൂപയുടെ മാങ്ങ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇനി അടുത്ത വർഷം എന്താണ് ചെയ്യുക? ഒരു ഈ കൃഷിയെ സംബന്ധിച്ച് വേറെ എന്ത് തൊഴിലാണ് ചെയ്യുക? ഞങ്ങൾക്ക് ആകെയുള്ള ഏക ഇത് കർഷകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇതാണ്. അതുകൊണ്ട് ഇതിന് സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം, ഉൽപാദന രംഗത്ത് ഞങ്ങൾക്ക് വിപണനം വേണ്ടേ വേണ്ട, ഞങ്ങൾക്ക് ഉൽപാദന രംഗത്ത് കൃത്യമായിട്ട് ഇടപെടൽ സർക്കാർ. അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഈ 2 മാങ്ങയും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ മാങ്ങ നമുക്കറിയാം, ഇത് കാണുമ്പോൾ ഇത് അച്ചാറിന് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റിയേക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ മാങ്ങയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒപ്പം അതിൻ്റെ എല്ലാ നല്ല ഗുണനിലവാരമുള്ള മാങ്ങ ഇവിടെയുണ്ട്. അപ്പോൾ ഈ കീടബാധ മൂലം ഒരുപാട് നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണം. അതിന് പ്രത്യേക സയന്റിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുതലമട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എന്നത് തന്നെയാണ് കർഷകരുടെ ആവശ്യം. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ബിശ്ശേരി. മുതലമടയിലെ മാങ്ങ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ വലിയ പ്രതിസന്ധിയുണ്ട് കർഷകർക്ക്. എന്തായാലും നമുക്കിനി കർണാടകയിലേക്ക് പോകാം. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ആവേശം. ഹിജാബിനെതിരായ സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന യശ്പാൽ സുവർണയാണ് ഉടുപ്പിയിലെ തവണത്തെ BJPയുടെ സ്ഥാനാർത്ഥി. ഉടുപ്പിയിൽ ഹിജാബ് തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്ന് യശ്പാൽ സുവർണ ന്യൂസ് 18നോട് പറഞ്ഞിട്ടുണ്ട്. വിവാദമുണ്ടാക്കിയത് സാമൂഹ്യ വിരുദ്ധ ശക്തികളാണെന്നും കോളേജ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തം മാത്രമാണ് താൻ അന്ന് നിർവഹിച്ചത് എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കർണാടകത്തിൽ, പ്രത്യേകിച്ച് തീരദേശ കർണാടകയിൽ ഹിന്ദുത്വ അജണ്ടയുടെ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ് ഉടുപ്പി. BJPക്കും RSS ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ സംഘടനകൾക്കും കാലങ്ങളായി ശക്തമായ വേരുകളുള്ള മണ്ണ്. 1968 ദക്ഷിണേന്ത്യയിൽ ജനസംഘം ആദ്യമായി ഭരണം പിടിച്ച മുനിസിപ്പാലിറ്റി ഉടുപ്പിയായിരുന്നു. രാജ്യത്തെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഹിജാബ് വിവാദത്തിന്റെ പേരിലാണ് ഉടുപ്പി സമീപകാലത്ത് വാർത്തകളിൽ നിറഞ്ഞത്. ഉടുപ്പി PU കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികളെ ക്ലാസ്സിൽ കയറാൻ അനുവദിക്കാതിരുന്നതോടെയാണ് വിവാദത്തിന്റെ തുടക്കം. നടപടിക്കെതിരെ വിദ്യാർത്ഥിനികൾ പ്രതിഷേധിച്ചു. പിന്നീട് മറ്റു കോളേജുകളിലും സമാന പ്രതിഷേധം അരങ്ങേറി. ഹിജാബ് വിരുദ്ധ സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന BJP നേതാവാണ് യശ്പാൽ സുവർണ. യശ്പാലാണ് ഉടുപ്പിയിലെ തവണ BJP സ്ഥാനാർത്ഥി. ഉടുപ്പിയിലെ സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു ഹിജാബ് വിവാദം അരങ്ങേറിയത്. സംഭവം നടക്കുമ്പോൾ കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റായിരുന്നു യശ്പാൽ സുവർണ. ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യശ്പാൽ സുവർണ ഉടുപ്പിയിൽ ഹിജാബ് വിവാദം തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്ന് ന്യൂസ് 18നോട് പ്രതികരിച്ചു. കോളേജ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയതെന്നും യശ്പാൽ. You are the face of anti-hijab campaign. Is hijab a policy issue in Karnataka, especially in Udupi? No, I am into BJP. I was my responsibility in that college as a vice president. So being a vice president of the college, it is my duty. Because in uniform is student must we have this one frame the rules and regulation for each and every student. There should be no discrimination between students, poor, rich, caste and religion. So that the rules framed by the college every student should follow. In that case, I were against the hijab. So it's not a policy issue, right? Not an issue. It is not also issue. Also, it is an issue created by some other anti-social element activity association
to divert the attention of the students, poor students who are coming throughout the 5 district of the coastal Karnataka. 3 തവണ MLA ആയിരുന്ന കെ രഘുപതി ഭട്ടിനെ മാറ്റിയാണ് ഇത്തവണ യശ്പാലിനെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. സീറ്റ് നിഷേധിച്ചതിൽ അതൃപ്തി പരസ്യമാക്കിയ രഘുപതി ഭട്ട് പ്രചാരണത്തിൽ സജീവമാണ്. ഉടുപ്പിയിൽ നിന്ന് KP ധനേഷിനൊപ്പം ER രാഗേഷ്, ന്യൂസ് 18. ഈ ആലപ്പുഴയിലെ ഗാർഹിക പീഡന കേസിൽ CPM ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരായ നടപടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് എന്നാണ് വാർത്ത വരുന്നത്. കാരണം ബിബിൻ സി ബാബുവിനെതിരെ ഫെബ്രുവരിയിലാണ് പരാതി ലഭിച്ചത്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വലിയ രീതിയിൽ അതിനെ വിമർശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർത്ത് പിന്നീട് നടപടിയിലേക്ക് നീങ്ങിയത്. കഴിഞ്ഞ ഫെബ്രുവരി 26-നാണ് ബിബിനെതിരെ പരസ്ത്രീ ബന്ധമടക്കം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഭാര്യയും ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവുമായ യുവതി CPM ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകുന്നത്. കറ്റാനത്തുള്ള സ്ത്രീയുമായി പരസ്ത്രീ ബന്ധം പുലർത്തിയിരുന്ന ബിബിൻ അതിന്റെ പേരിൽ ഭാര്യയെ നിരന്തരം ആക്രമിക്കുന്നുവെന്ന കരുവ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ പെൺകുട്ടിയുടെ അച്ഛനും പാർട്ടിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ 1 മാസം മുമ്പ് കായംകുളം ഏരിയ നേതൃത്വം ബിബിനിൽ നിന്നും വിശദീകരണം തേടിയെങ്കിലും തുടർ നടപടികൾ കൈക്കൊണ്ടിരുന്നില്ല. ചേരിതിരിവിന്റെ ഭാഗമായി ജില്ലാ നേതൃത്വത്തിലെ ഒരു വിഭാഗം ബിബിനെ സംരക്ഷിക്കുന്നുവെന്ന വ്യാപക ആരോപണം ഉയരുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ നടപടി. കഴിഞ്ഞ 30-ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ബിബിനെതിരെയുള്ള പരാതി പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. വിശദീകരണം തൃപ്തികരമല്ലായിരുന്നിട്ടും പ്രത്യക്ഷത്തിൽ തന്നെ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സംഘടനാ നടപടി വൈകുന്നുവെന്നത് MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ കമ്മിറ്റിയിൽ ചോദ്യം ചെയ്തു. സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ 6 മാസത്തേക്ക് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മർദ്ദനം, പരസ്ത്രീ ബന്ധം ഒഴിവാക്കാൻ ആഭിചാര ക്രിയ എന്നീ ഗുരുതര ആരോപണങ്ങൾ ചർച്ചയായ കായംകുളം ഏരിയ കമ്മിറ്റിയിൽ ബിബിനെതിരെയുള്ള സംഘടനാ നടപടിയെ 19 അംഗങ്ങളിൽ 13 പേരും അനുകൂലിച്ചു. 6 പേർ മാത്രമാണ് നടപടിയെ എതിർത്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചത്. ന്യൂസ് 18 ആലപ്പുഴ. ഈ ചിന്നക്കനാലിൽ നടന്ന അരിക്കൊമ്പൻ ദൗത്യത്തിൽ നിർണായക സ്ഥാനവും നിർണായക ഇടവും ഉണ്ടായിരുന്നു കുങ്കിയാനകൾക്ക്. കുങ്കിയാനകൾ അവരുടെ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങിയാണ്. വിക്രമും സൂര്യയും ചിന്നക്കനാലിൽ നിന്നും അവരുടെ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങി. കഴിഞ്ഞ ദിവസം കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയും വയനാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അരിക്കൊമ്പൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് ഇനി ഈ കുങ്കിയാനകളുടെ മടക്കയാത്ര. ചിന്നക്കനാലുകാരുടെ ഹൃദയം കീഴടക്കിയാണ് അവർ മടങ്ങുന്നത്. അരിക്കൊമ്പൻ ദൗത്യത്തിനായി 1.5 മാസം മുൻപാണ് കുങ്കിയാനകളെ ചിന്നക്കനാലിലെത്തിച്ചത്. വനം വകുപ്പിന്റെ ആനിമൽ ആംബുലൻസിലാണ് ആനകൾ തിരിച്ചത്. കഴിഞ്ഞ ദിവസം കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയും ഇതേ വാഹനങ്ങളിലാണ് കൊണ്ടുപോയത്. മിഷൻ അരിക്കൊമ്പനുമായിട്ടനുബന്ധിച്ച് വന്ന 4 കുങ്കിയാനകളിൽ 2 കഴിഞ്ഞ ദിവസം കൊണ്ട് യാത്രയായി. ഇന്ന് ബാക്കി 2 കൂടി വയനാട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ്. ഈ ഇത്രയും വലിയൊരു ദൗത്യം പൂർത്തീകരിച്ചതിന് ഏറ്റവും ഒതുങ്ങിയ ഈ 4 കുങ്കിയാനകളെ ആദ്യമായി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഈ നാട്ടുകാരെന്ന നിലയ്ക്ക് ഈ മിഷൻ ഇത്രയും വിജയകരമാക്കി തീർത്ത 4 കുങ്കിയാനകൾക്കും അതിൻ്റെ കൂടെ വന്ന മറ്റ് ടീമിനും ഞങ്ങൾ ഈ നാട്ടുകാരുടെ നന്ദി ഞങ്ങൾ ഇതോടുകൂടി അറിയിക്കുകയാണ്. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക ദൗത്യ സംഘവും മടങ്ങി. സംസ്ഥാന വനം വകുപ്പ് അടുത്തിടെ പൂർത്തീകരിച്ചതിൽ ഏറ്റവും വെല്ലുവിളി നേരിട്ട ദൗത്യമായിരുന്നു ചിന്നക്കനാലിലേത്. 2017-ൽ അരിക്കൊമ്പനെ പിടികൂടാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. മുൻകൂട്ടി തീരുമാനിച്ച സിമന്റ് പാലം മേഖലയിൽ ആനയെ എത്തിച്ച് മയക്കുവെടി ഉതിർക്കാനായതാണ് വിജയത്തിലേക്ക് നയിച്ചത്. ന്യൂസ് 18 ചിന്നക്കനാൽ. എന്തായാലും ഇന്നത്തെ പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ വാർത്തകൾ ഇനിയും ഉണ്ട് പ്രേക്ഷകരിലേക്ക്. അത് ഇടതടവില്ലാതെ ന്യൂസ് 18 എത്തിക്കും. നമ്മൾ ഇന്ന് ഉണ്ടായിരുന്നത് പാളയത്ത് സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് 150 വർഷത്തെ പഴക്കമുള്ള പ്രൗഢമായ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നായിരുന്നു ഇന്ന് പ്രഭാത കേരളം വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും മണിക്കൂറുകളിലും വളരെ വലിയ വാർത്തകളുടെ തുടർച്ചയുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കിന്ന് പ്രഭാത കേരളത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സമയപരിമിതിയാണ് പ്രശ്നം. എന്തായാലും പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്, സംസ്ഥാന രാഷ്ട്രീയമുണ്ട്, കൗതുക കാഴ്ചകളുണ്ട്, ഒപ്പം തന്നെ ദേശീയ വാർത്തകളടക്കം ഇന്നത്തെ ദിവസത്തെ നിർണായകമാക്കാനിരിക്കുകയാണ്. എന്തായാലും
എല്ലാ വാർത്തകളിലേക്കും പ്രേക്ഷകർ കാത്തിരിക്കുക. എന്തായാലും പ്രഭാത കേരളം ഇവിടെ ഈ സെന്റ് ജോസഫ് പാളയം സെന്റ് ജോസഫ് ചർച്ചിന്റെ കോമ്പൗണ്ടിൽ നിന്നും പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.